ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നോമ്പ് കാലങ്ങളിലെല്ലാം നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചൂടോടെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തരികാച്ചി എന്നാണ് പറയുക. ഇത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് തരികാച്ചി, തരിക്കഞ്ഞി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് നോർമലായിട്ട് വെള്ള കളറിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് കാരമൽ ടേസ്റ്റിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. അതിനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വേണം നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഈ സമയം നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചെറിയ കഷ്ണം ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പിലൊന്ന് കളർ ചേഞ്ച് ആയിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അളവിൽ 1/2 കപ്പ് അളവിൽ തരി ചേർത്ത് കൊടുക്കുക, റവ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് തിക്നെസ് ഇല്ലാണ്ട് കുറച്ച് ലൂസ് പരുവത്തിലാണ് ഈ ഡ്രിങ്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് ഡ്രിങ്ക് വേണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് അളവ് വരെ റവ ചേർത്ത് കൊടുക്കുക, ഈ ഒരു അളവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണമെല്ലാം മാറിയിട്ട് നല്ലൊരു പശുനെയ്യിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് റോസ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചെടുക്കുക. ഇനി ഫസ്റ്റായിട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തിട്ടെടുക്കണം. നമ്മൾ കാരമൽ രുചിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും 1/2 കപ്പ് അളവിൽ വെള്ളയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് മെൽട്ടായിട്ട് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് കാരമലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ടോട്ടലായിട്ട് 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം 1/4 ഭാഗം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് പാലൊഴിച്ച കഴിഞ്ഞപാട് ഇതൊന്ന് ക്രിസ്റ്റൽ പോലെ ഭയങ്കര തിക്കായിട്ട് കട്ട കെട്ടിയ മാതിരി ഉണ്ടാവും. പക്ഷേ പാലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരമലെല്ലാം പാലിലേക്ക് തന്നെ ഒന്ന് മെൽട്ടായിട്ട് അലിഞ്ഞിട്ട് എന്താ പറയുക ക്രിസ്റ്റലെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതെല്ലാം മെൽട്ടായിട്ട് വന്നോളൂ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം 15-ൽ കൂടുതൽ ആൾക്ക് മീഡിയം ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് 2 ലിറ്റർ പാലിൽ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ കാരമലിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഞാൻ 1/2 കപ്പ് മധുരം എക്സ്ട്രാ ഇട്ട് കൊടുത്തിന്. പക്ഷേ എനിക്ക് സത്യം പറയാം നോമ്പായതിന് ഒരളവിൽ ഞാൻ മധുരം ഇട്ട് കൊടുത്തതാണ്. പക്ഷേ നല്ല മധുരം ആയിപ്പോയിന് നോമ്പ് തുറന്ന് കുടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് മധുരം ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം മധുരം വേണ്ട ആൾക്ക്. നല്ല മധുരം വേണ്ട ആൾക്കാണെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവയും നട്ട്സും ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് വാട്ടർ ഇല്ലേ, പനീർ നമ്മൾ ബിരിയാണിക്കെല്ലാം ഒഴിക്കുന്ന ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ ഒന്ന് കുക്കായിട്ട് വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിള വരുന്നുണ്ട്. അപ്പോൾ റവ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ടും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് മാറിയ ശേഷം ഞാൻ ഇതൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചിന്. ഫസ്റ്റ് നമ്മൾ ഈ ചൂടോടെ തന്നെ ഒഴിക്കുമ്പോൾ ഇതേപോലെ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. നമ്മൾ 1/2 കപ്പ് റവ അല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്നെസ് ഇതിലേക്ക് വരും. നിങ്ങൾക്ക് കുറച്ച് അധികം തിക്നെസ് വേണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് 3/4 കപ്പ് അളവിൽ റവ ഈ ഒരു അളവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല ടേസ്റ്റിലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്താക്കാത്തവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്കാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ബൗളിലേക്ക് സെർവ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.